കരാറുകാർ എന്നത് നമ്മുടെ നിർമ്മാണ പ്രക്രിയയിലെ ഏറ്റവും വലിയ ഒരു കമ്പോണൻ്റാണ്, ഏറ്റവും വലിയൊരു ഘടകമാണ്. ആ കരാറുകാർ അവർ ഏറ്റെടുക്കുന്ന ജോലി സമയബന്ധിതമായി ഭംഗിയായി കൃത്യമായി തീർക്കുമ്പോഴാണ് നമ്മുടെ നാട്ടിൽ നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളും വികസന പ്രവർത്തനങ്ങളും ഉണ്ടാകുന്നത്. ഒരു നാട്ടിൽ നല്ല ഓഫീസുകളും നല്ല കെട്ടിടങ്ങളും നല്ല റോഡുകളും എല്ലാം നല്ല പാലങ്ങളും എല്ലാം ഉണ്ടാകേണ്ടത് ഒരു നാടിൻ്റെ അഭിവൃദ്ധിയുടെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങളാണ്. നമ്മൾ ബജറ്റിൽ, ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ഇവിടെ ഇരിക്കുന്നുണ്ട്, ബജറ്റിൽ പണം നീക്കി വയ്ക്കുന്നുണ്ട്, വലിയ തുക മാറ്റിവെക്കാറുണ്ട് മാറി മാറി വരുന്ന ഗവൺമെൻറ്. ഈ തുക ഫലപ്രദമായി ചെലവഴിക്കുക, നിർമ്മിതികളിലൂടെ കൃത്യമായി ചെലവഴിക്കാൻ കഴിഞ്ഞാൽ തന്നെ ഗവൺമെൻറ്റിന് ഒരുപാട് പണം സേവ് ചെയ്യാൻ കഴിയും. നമ്മുടെ നാട്ടിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഈ സംസ്ഥാനത്ത് ഇല്ല എന്ന് വളരെ ദുഃഖത്തോടു കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു പ്രോജക്റ്റിൻ്റെ തുടങ്ങിയാൽ റോഡ് നിർമ്മാണമാണെങ്കിലും പാലം നിർമ്മാണമാണെങ്കിലും ഒരു കുടിവെള്ള പദ്ധതിയാണെങ്കിലും ഏത് പ്രോജക്റ്റ് ആണെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രോജക്റ്റ് മാനേജ്മെൻറ്റാണ്. നമ്മുടെ നാട്ടിലെ എത്രയോ ജലസേചന പദ്ധതികളാണ് 50 കോടി രൂപയ്ക്ക് തുടങ്ങി 500 കോടിയായാലും തീരാത്ത പദ്ധതികൾ, നിരവധിയായ പദ്ധതികൾ. ഏത് പദ്ധതി, ഇപ്പോൾ വാട്ടർ അതോറിറ്റിയുടേതായാലും PWDതായാലും വിവിധ, സത്യത്തിൽ കമ്പയർ ചെയ്യുമ്പോൾ കുറേ കൂടെ ബെറ്റർ PWD ആണ്. ഞാൻ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പറഞ്ഞു, കുറേ കൂടി മെച്ചം PWD ആണ്. വേറെ ഏത് ഏജൻസിയേക്കാൾ കുറേ കൂടി PWD സിസ്റ്റമാണ് കുറേ കൂടി മെച്ചപ്പെട്ട സിസ്റ്റം. വേറെ ഏത് LSTD ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ കിഫ്ബിയുടെ ഏജൻസി ആണെങ്കിലും വേറെ ഏത് സംവിധാനത്തേക്കാൾ വാട്ടർ അതോറിറ്റിയേക്കാൾ ഒക്കെ മെച്ചപ്പെട്ടൊരു ഏജൻസിയാണ്. കുറേ കൂടി ഫലപ്രദമാക്കി നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോയാൽ കറക്റ്റ്. ഞാൻ ചോദിക്കട്ടെ, കറക്റ്റായിട്ടൊരു വർക്ക് 1 വർഷം കൊണ്ട് തീരേണ്ട വർക്ക്, 2 വർഷം തീരേണ്ട വർക്ക്, ആ 2 വർഷം കൊണ്ട് ആ പദ്ധതി പൂർത്തിയാക്കിയാൽ ഗവൺമെൻറ്റിന് എത്ര കോടി രൂപ ലാഭമാണ്? കരാറുകാരായ നിങ്ങൾക്ക് ഇത് വൈകുന്തോറും ഉണ്ടാകുന്ന നഷ്ടം എന്ന് പറയുന്ന നിസ്സാരം. ഈ വർഷം തീരേണ്ട ഒരു പദ്ധതി എഗ്രിമെൻ്റ് വെച്ച് ഈ വർഷം തീർന്നില്ല, അടുത്ത വർഷമാണ് അത് തീരുന്നതെങ്കിൽ അത്രയും കാലം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണം, നിങ്ങൾക്ക് ബില്ല് കൊടുക്കണമെങ്കിൽ പണി തീർത്തിട്ടില്ലേ ബില്ല് കൊടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ചെയ്യുന്ന പണിക്കല്ലേ ബില്ല് കിട്ടുള്ളൂ. നിങ്ങൾ ചിലപ്പോൾ മെറ്റീരിയൽസ് മുഴുവൻ പൈസ കൊടുത്ത് വാങ്ങിച്ച്, നിങ്ങൾ പണം ഉണ്ടാക്കി വാങ്ങിച്ച് എല്ലാം അടുപ്പിച്ചു വയ്ക്കും, പക്ഷെ പദ്ധതി നടക്കില്ല. ചിലപ്പോൾ സ്ഥലം ഏറ്റെടുക്കുന്ന കാര്യം അതിന് ഒരു പ്രൊസീജിയറും ഇല്ല. 5 കൊല്ലവും 6 കൊല്ലവും ഒക്കെ ആയിട്ട് സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കാത്ത നിരവധി പദ്ധതികൾ ഇന്ന് സംസ്ഥാനത്തുണ്ട്, നിരവധി പദ്ധതികൾ. ഈ കിഫ്ബി തന്നെ ഉണ്ടായപ്പോൾ കൊടുത്ത പല പദ്ധതികൾക്കും ഇതുവരെ ആദ്യത്തെ വർഷം കൊടുത്ത പദ്ധതികൾക്ക് പോലും 5-6 വർഷം ആയിട്ട് സ്ഥലം ഏറ്റെടുക്കാത്ത നിരവധി പദ്ധതികളുണ്ട്, ഇഷ്ടം പോലെ സംസ്ഥാനത്തുടനീളം. അപ്പം ആ അന്നത്തെ എസ്റ്റിമേറ്റ് എവിടെ കിടക്കുന്നു, ഇപ്പോഴത്തെ എസ്റ്റിമേറ്റ് എവിടെ കിടക്കുന്നു, ഇതൊന്നും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. നമ്മൾ ഇപ്പോൾ വാട്ടർ അതോറിറ്റി തന്നെ കുടിവെള്ള പദ്ധതികൾ തുടങ്ങുമ്പോൾ ഒരു 100 കോടി രൂപയുടെ പദ്ധതി തുടങ്ങിയാൽ 3 കൊല്ലത്തേക്കാണെങ്കിൽ 10 കൊല്ലം കൊണ്ടാണ് പദ്ധതി തീരുന്നത്. തീരുമ്പോഴേക്കും അത് 150 കോടി, 4 ഇരട്ടി 5 ഇരട്ടി തുകയ്ക്കാണ് തീരുന്നത്. അപ്പം നമ്മുടെ സംസ്ഥാനത്ത് ആദ്യം വേണ്ടത് ഒരു പ്രോജക്റ്റ് മാനേജ്മെൻറ്റാണ്. അക്കൗണ്ടബിലിറ്റി വേണം, ഉദ്യോഗസ്ഥന്മാർക്കായാലും കരാറുകാർക്കായാലും എല്ലാവർക്കും ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ടാകും. കൃത്യസമയത്ത് പദ്ധതി തീർന്നില്ലെങ്കിൽ, പ്രോജക്റ്റ് തീർന്നില്ലെങ്കിൽ അതിൻ്റെ ഉത്തരം പറയാനുള്ള ബാധ്യത ബന്ധപ്പെട്ട ആളുകൾക്ക് വേണം. ഈ 1 വർഷം കൊണ്ട് തീരേണ്ട പദ്ധതി ഈ വർഷം തീർന്നില്ലെങ്കിലോ 5 കൊല്ലം കണ്ട് കഴിഞ്ഞില്ലെങ്കിലോ ആർക്കാ അക്കൗണ്ടബിലിറ്റി? ആരെയും ബോധിപ്പിക്കേണ്ട. കേരളത്തിൽ ഒരാളെയും ബോധിപ്പിക്കേണ്ട. പദ്ധതി വൈകിപ്പോയി പറയാൻ നമുക്ക് 100 കാരണങ്ങൾ ഉണ്ടാക്കാം. പക്ഷെ എത്ര കോടി രൂപയാണ് സ്റ്റേറ്റ് എക്സ്ചക്കറിൽ നിന്ന് ചോർന്നു പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് കണക്കാക്കിയാൽ നമ്മൾ ഞെട്ടിപ്പോകും. ഞങ്ങളെല്ലാം സമയത്ത് പരിപാടി, ഞങ്ങളൊക്കെ സാധാരണ ചെയ്യുന്നത് ജൂൺ ജൂലൈ മഴക്കാലത്ത് ആരും ഒന്നും ചെയ്യും. സത്യത്തിൽ ഈ സമയത്താണ് നമ്മൾ ഭരണാനുമതി മേടിക്കേണ്ടത്, നമ്മൾ സാങ്കേതിക അനുമതി മേടിക്കേണ്ടത്. ഇപ്പോൾ റോഡ് പണി ഡിസംബർ 1 മുതൽ മാർച്ച് 31 വരെ നടക്കുള്ളൂ. ഇപ്പോൾ ഏപ്രിൽ പോലും നടക്കില്ല, കാരണം മഴയാണ് ഏപ്രിലാണ്. ഈ 4 മാസം റോഡ് പണി നടക്കുള്ളൂ. ഈ 4 മാസം ഡിസംബർ 1 തുടങ്ങുമ്പോഴാണ് എല്ലാവരും പണിയെക്കുറിച്ച് ആലോചിക്കുന്നത്. ഞങ്ങളൊക്കെ സാധാരണ ചെയ്യുന്നത് അതാത് വർഷത്തെ വർക്ക് അതിൻ്റെ ഭരണാനുമതി മേടിച്ച് സാങ്കേതിക അനുമതി മേടിച്ച് ടെൻഡർ വർക്ക് നടത്തി വർക്ക് അവാർഡ് ചെയ്യിപ്പിച്ച് ഞങ്ങൾ വാട്ടർ അതോറിറ്റിയുടെയും PWDയുടെയും കൂടി യോഗം ഒരുമിച്ച് വിളിച്ചു ചേർത്ത്, KSEBിയുടെ യോഗം വിളിച്ചു ചേർത്ത് പോസ്റ്റ് മാറ്റേണ്ട ദിവസം തീരുമാനിച്ച് ഡിസംബർ 1 മുമ്പ് കരാറുകാരൻ വന്നാൽ വർക്ക് തുടങ്ങാൻ പാകത്തിലാക്കി വെക്കുന്നൊരു പ്രിപ്പറേഷൻ ഉണ്ട്. ആ പ്രിപ്പറേഷൻ നടന്നാൽ
ആ വർഷം പണി തീരും. ഞങ്ങളെയൊക്കെ ബജറ്റിൽ തരുന്ന വർക്ക് കറക്റ്റായിട്ടാണ് ചെയ്യാറുള്ളത്. കറക്റ്റ്, ഒരു വ്യത്യാസവും വരുത്താറില്ല. കേരളത്തിൽ എല്ലാ ഒരു നിയോജകമണ്ഡലത്തിലെ എല്ലാ റോഡുകളും ആദ്യം മുഴുവൻ റോഡുകളും BMPC ചെയ്ത് പൂർത്തിയാക്കിയ മണ്ഡലം പറയീശ്വരനറിയാം, പറവൂരാണ്. ഇപ്പോൾ കഴിഞ്ഞ 7 വർഷമായിട്ട് മെയിൻ്റനൻസിന് കാശ് മേടിക്കുന്നില്ല. എന്തോ മെയിൻ്റനൻസിൻ്റെ ആവശ്യമില്ല. PWD റോഡിന് മെയിൻ്റനൻസ് ഇല്ലെങ്കിൽ 6-7 കോടി രൂപ എല്ലാ വർഷവും പോവാണ്. നമ്മൾ കൃത്യമായി ഷെഡ്യൂൾ ചെയ്ത് ഇപ്പോൾ അടുത്ത വർഷം മോശമാകുന്ന റോഡ് നമുക്കറിയാം. അത് ഈ വർഷം സാങ്ഷൻ ചെയ്ത് മേടിച്ചാണ്. അടുത്ത വർഷം ആ വർക്ക് നടക്കും. അപ്പോൾ മെയിൻ്റനൻസിന് വേണ്ടി ചിലവാക്കുന്ന 140 നിയോജകമണ്ഡലത്തിലും ഒരു 6 കോടി രൂപ 7 കോടി രൂപ വെച്ച് എത്ര കോടി രൂപയാണ് ഒരു വർഷം വരുന്നത്? 5 കോടി തൊട്ട് 8 കോടി രൂപയാണ് മെയിൻ്റനൻസിന് വേണ്ടി മാത്രം പോകുന്നത്. ആ പണമൊക്കെ നമുക്ക് ഒഴിവാക്കാം. നമുക്ക് വളരെ ബുദ്ധിപൂർവ്വം കൃത്യമായി പദ്ധതികൾ സമയബന്ധിതമാക്കി തീർപ്പാക്കിയാൽ ഇപ്പം നമ്മൾ നടപ്പാക്കുന്നതിൻ്റെ ഇരട്ടി പദ്ധതികൾ നമുക്ക് നടപ്പാക്കാൻ പറ്റും. അത്രമാത്രം പബ്ലിക് എക്സ്പെക്ടറിൽ നിന്ന് ചോർച്ച സംഭവിക്കുന്നു. അതിൻ്റെ ചിലരൊക്കെ അതിൻ്റെ ഗുണഭോക്താക്കളുണ്ടാവും. പക്ഷേ മെജോറിറ്റി വരുന്ന കരാറുകാരും അതിൻ്റെ ഇരകളാണ്. സമയം വൈകും തോറും എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അവിടെ നിന്നും ഇവിടെ നിന്നും പണം മേടിച്ച്, ബാങ്കിൽ നിന്നും മേടിച്ച്, ഇതിൻ്റെ പലിശ കൊടുത്ത്, അല്ലെങ്കിൽ സ്വകാര്യ പണമിടപാടുകാരടുത്ത് പണം മേടിച്ച് അവസാനം ഒന്നും ചെയ്യാൻ പറ്റാത്ത ഘട്ടത്തിലേക്ക് പോവുകയാണ്. ടെൻഡർ കോട്ട് ചെയ്യുമ്പോൾ കൃത്യമായി പൈസ കിട്ടുവാണെങ്കിൽ താഴെ കോട്ട് ചെയ്യും ഇല്ലേ? 10 കോടി രൂപയുടെ പദ്ധതി 9 കോടി രൂപയ്ക്കോ 8 കോടി രൂപയ്ക്കോ കോട്ട് ചെയ്യും. പണം കൃത്യമായി കിട്ടും. 10 കോടി രൂപ വർക്ക് പൂർത്തിയാക്കി കഴിഞ്ഞാൽ 10 കോടി രൂപ കിട്ടുമെന്ന് കണ്ടു കഴിഞ്ഞാൽ 10 കോടി രൂപയുടെ വർക്ക് ഒരു 9 കോടി രൂപയ്ക്ക് അണ്ടർ കോട്ടിങ് ഉണ്ടാവും. കിട്ടില്ല, 2 കൊല്ലം കഴിഞ്ഞേ കിട്ടുള്ളൂ. ധനകാര്യമന്ത്രി 2 കൊല്ലം കഴിഞ്ഞാലേ പൈസ തരുള്ളൂ എന്ന് വെച്ചാൽ കളിയാക്കി പറഞ്ഞല്ല. എല്ലാ ഗവൺമെൻറ്റിലും സംഭവിക്കുന്ന അദ്ദേഹത്തിൻ്റെ കാര്യം മാത്രമല്ല. വച്ചു കഴിഞ്ഞാൽ ഇത് ടെൻഡർ എക്സസ് ഇല്ലേ? ഇപ്പോൾ 10% കൊടുക്കും. സ്പെഷ്യൽ ഓർഡർ ഉണ്ടെങ്കിൽ 20% വരെ ടെൻഡർ എക്സസ് കൊടുക്കും. അത് 11 കോടിക്കും 12 കോടിക്കാണ് പോകുന്നത്. അപ്പോൾ പണം കൃത്യമായി കൊടുത്താൽ 2-3 കോടി രൂപ ഒരു 10 കോടി രൂപയുടെ വർക്കിൽ തന്നെ ലാഭിക്കാൻ പറ്റും. പണം കൃത്യമായിട്ട് കൊടുത്താൽ ഇപ്പോഴത്തെ റേറ്റ്, ഇപ്പോഴത്തെ DSR വെച്ച് എല്ലാവരും താഴെ കൂട്ടി വരും. ഈ പണി പൂർത്തിയാക്കി ബില്ല് കൊടുത്താൽ പണം കിട്ടും എന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ കഴിഞ്ഞാൽ അത് തന്നെ വലിയൊരു ലാഭം. എല്ലാ വർഷവും വലിയ തുക, ടെൻഡറിൽ തന്നെ വലിയ തുക നമുക്ക് സേവ് ചെയ്യാൻ നമുക്ക് കഴിയും. ഇപ്പോൾ ജലജീവൻ മിഷനിലൊക്കെ പണം കൊടുക്കാൻ വൈകുന്നത് കൊണ്ട് കരാറുകാരുടെയൊക്കെ സ്ഥിതി പരമദയനീയമാണ്, പറയാതിരിക്കാൻ പറ്റില്ല. കിട്ടാത്ത ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങൾ. ഞാൻ പലപ്പോഴും ആലോചിക്കും, നിങ്ങൾ എങ്ങനെയാണ് ഇത് മാനേജ് ചെയ്യുന്നത്? ഇതെങ്ങനെയാണ് ഇത് മാനേജ് ചെയ്യുന്നത്? അവിടെ നിന്നും ഇവിടെ നിന്നും പണം മേടിച്ച്, കടം മേടിച്ച് വല്ലാത്തൊരു സ്ഥിതിയിലെത്തി നിൽക്കുകയാണ് ബഹുഭൂരിപക്ഷം കരാറുകാർ. ബഹുഭൂരിപക്ഷം ആളുകൾ അഡ്ജസ്റ്റ് ചെയ്ത് പോവുക. കാണുമ്പോൾ വലിയ കോൺട്രാക്റ്റാണ്, വലിയ സംഭവമാണ്, ഷോയൊക്കെയാണ്, ആളുകൾ വലിയ ഇതൊക്കെയാണ്. പക്ഷേ കേരളത്തിലൊരു ഗുണമുണ്ട്. കേരളത്തിൽ അങ്ങനെ ഏത് ഗവൺമെൻറ് വന്നു കഴിഞ്ഞാലും കമ്മീഷനൊന്നും മേടിക്കാനില്ല വർക്കിൻ്റെ. മറ്റു സ്ഥലങ്ങളിൽ അങ്ങനെയൊന്നുമല്ല. മറ്റു സ്ഥലങ്ങളിലൊക്കെ ഞാൻ സംസ്ഥാനങ്ങളുടെ പേരൊന്നും പറയുന്നില്ല, 20% തൊട്ട് 40% വരെയാണ് പല സംസ്ഥാനങ്ങളിലും വർക്കിൻ്റെ കമ്മീഷൻ. ഇവിടെ ഏത് ഗവൺമെൻറ് വന്നാലും അങ്ങനെയൊന്നും മേടിക്കും. വല്ല തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ പൈസ ചോദിച്ചാലേ നിങ്ങളോട്. അല്ലാതെ ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് ഇത്രയും പൈസ തരണം. അല്ല, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞത്, നിങ്ങൾക്ക് അറിയില്ലാണ്ടത് 20% തൊട്ട് 40% വരെ കമ്മീഷൻ മേടിക്കുന്ന സംസ്ഥാനങ്ങൾ ഇന്ത്യയിലുണ്ട് വർക്കിൻ്റെ. ഷെഡ്യൂൾ കൊടുക്കണമെങ്കിൽ, വർക്ക് അവാർഡ് ചെയ്ത് എഗ്രിമെൻ്റ് വെക്കണമെങ്കിൽ കാശ് കൊടുത്താലേ നടക്കുള്ളൂ പല സ്ഥലത്തും. ഇവിടെ ഏത് ഗവൺമെൻറ് വന്നാലും അങ്ങനെയൊന്നും ആരും ചെയ്തിട്ടൊന്നുമില്ല. നിങ്ങൾ വല്ല ഇലക്ഷൻ കാലത്തൊക്കെ സഹായിക്കുമ്പോൾ സന്തോഷത്തോടു കൂടി എല്ലാവരും ഏത് പാർട്ടിക്കാരായാലും വാങ്ങിക്കും. എന്തെങ്കിലും ആവശ്യം വരുമ്പോഴോ വല്ല സമ്മേളനം വരുമ്പോഴോ ഒക്കെ മേടിക്കും. മേടിക്കാറില്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ല, മേടിക്കാറുണ്ട്, അത് ചെയ്യാറുണ്ട്. പക്ഷേ മറ്റേ പരിപാടിയില്ല. മറ്റേ പരിപാടി കേരളത്തിൽ കമ്മീഷൻ, അല്ല, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ നമ്മുടെ സംസ്ഥാനത്ത്. പക്ഷെ ഞാൻ പറയുന്നത് ഏത് ഗവൺമെൻറ് ആണെങ്കിലും ഉദ്യോഗസ്ഥരാണെങ്കിലും പിന്നെ ഈ നമ്മുടെ ഉദ്യോഗസ്ഥന്മാർക്ക് ശരിക്കും പറഞ്ഞാൽ ഓറിയൻറ്റേഷൻ കൊടുക്കണം. സത്യത്തിൽ ഓരോ ഈ പഴയ രീതി വെച്ചുകൊണ്ടിരിക്കുകയാണ് പലരും ഇപ്പോഴും. ആ രീതിയാണ് വരുത്തേണ്ട മാറ്റങ്ങൾ. PWD മാനുവലിൽ വരുത്തേണ്ട മാറ്റങ്ങൾ, വാട്ടർ അതോറിറ്റിയുടെ മാനുവലിൽ വരുത്തേണ്ട മാറ്റങ്ങൾ, സമയബന്ധിതമായ മാറ്റങ്ങൾ വരുത്തി പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് കരുത്തുറ്റതാക്കി സർക്കാരിന് കോടികൾ ലാഭിച്ച് നിങ്ങൾക്ക് നന്നായി പണം തരാൻ പറ്റാവുന്ന രീതിയിലൊരു സിസ്റ്റത്തെ കൊണ്ടുവന്നാൽ നിങ്ങളും രക്ഷപ്പെടും, സർക്കാരും രക്ഷപ്പെടും, നാടും രക്ഷപ്പെടും. ഇത് പലവർക്കും വഴിയിൽ കിടക്കുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാൻ പറ്റും. അതിനുള്ള നിർദ്ദേശങ്ങൾ സത്യത്തിൽ ഗവൺമെൻറ്
ഉദ്യോഗസ്ഥന്മാരും ഒരു ട്രയാങ്കിളാണ് അല്ലേ, കരാറുകാർ ഗൗരവതരമായി ആലോചിച്ച് ചർച്ച ചെയ്ത് കേരളത്തിൽ അടിസ്ഥാനപരമായ മാറ്റം നമ്മുടെ പ്രോജക്റ്റ് മാനേജ്മെൻറ്റിൽ ഉണ്ടാക്കണം എന്നതാണ് നിർദ്ദേശം. നിങ്ങൾക്ക് കാശ് കിട്ടാതെ വരുമ്പോൾ ഞങ്ങളൊക്കെയാണ് അസംബ്ലിയിൽ പറയാറുള്ളത്. ജലജീവൻ മിഷനടക്കമുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, കോൺട്രാക്ടർമാർക്ക് കൊടുക്കാനുള്ള IAS പേയ്മെൻറ്റ് ഇതൊക്കെ ഞങ്ങൾ നിരന്തരമായി സഭയിൽ പറയാറുണ്ട്. ചിലപ്പോൾ ധനകാര്യമന്ത്രി കേൾക്കാത്ത മട്ടിരിക്കും, ചിലപ്പോൾ പുള്ളി പറയും ശരിയാക്കാം, പിന്നെ കൈകാര്യം ചെയ്യാൻ അറിയാം, വർത്താനം പറഞ്ഞ് ആരെയും പ്രകോപിപ്പിക്കില്ല, ഞങ്ങളെ പോലും പ്രകോപിപ്പിക്കില്ല പറഞ്ഞിട്ട്. ചിലർ ചോദിച്ചു മേടിക്കും നമ്മുടെ അല്ലേ, ചിലർ നമ്മുടെ നമ്മൾ മര്യാദയ്ക്ക് ഇരുന്നാലും നമ്മുടെ ചോദിച്ചു മേടിക്കും. ഇത് പിന്നെ ആരെയും പ്രകോപിപ്പിക്കൊന്നുമില്ല. വലിയ ഇതായിട്ട് കൊണ്ടുവന്ന പ്രശ്നം ഒന്നിലും വഴിമാറ്റി കൊണ്ടുപോകാൻ അറിയാം, അല്ലെങ്കിൽ സംസാരിച്ച് കൈകാര്യം ചെയ്യാൻ അറിയാൻ പോകും. പക്ഷെ എല്ലാവർക്കും അറിയാവുന്നതാണ് സാമ്പത്തിക സ്ഥിതി വ്യക്തിപരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രശ്നമല്ല, സാമ്പത്തിക സ്ഥിതി പ്രശ്നം കേരളത്തിലെ കരാറുകാരെ, സർക്കാരിൻ്റെ ധനസ്ഥിതി കേരളത്തിലെ കരാറുകാരെ ഗൗരവതരമായി ബാധിച്ചിട്ടുണ്ട്, നിർമ്മാണ പ്രവർത്തികളെ ബാധിച്ചിട്ടുണ്ട്. അതിത് പലരും പുറത്തു പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ആ സങ്കടങ്ങൾ കൂടി പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ എത്രയും പെട്ടെന്ന് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്നുകൂടി വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട്, നിങ്ങൾ വലിയൊരു സംഘടനയാണ്, കാരണം 5 ലക്ഷം രൂപ അല്ലേ ആർക്കെങ്കിലും ഒരു ഇതുണ്ടായാൽ കൊടുക്കാറുണ്ട്, അത് 7 ലക്ഷം രൂപയാക്കി വർദ്ധിപ്പിച്ചൊരു നല്ല സംഘടനയും കൂടിയാണ്. മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്ന ഒരു സംഘടനയാണ്, ഒരു കുടുംബം പോലെ കരാറുകാരെ